viewers, once again welcome back to Sweet Stalls. നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സങ്കടപ്പെടുന്നവരാണോ? എന്നാൽ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുന്നവരായിരിക്കും. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ലൈഫ് ശരിക്കും ആസ്വദിക്കുന്നത്. കാരണം ഇവർക്ക് ജീവിതത്തിലാണത് സന്തോഷിക്കാനും വിഷമിക്കാനായിട്ട് കുഞ്ഞു കുഞ്ഞു റീസൺസ് വന്നാലും മതി. എന്നാൽ വലിയ റീസൺസ് അവരെ അത്രയ്ക്ക് എക്സൈറ്റഡ് ആക്കുന്നുമില്ല. പക്ഷെ ചെറിയ കാര്യങ്ങൾ മതി അവരെ ഒത്തിരി ഡിസപ്പോയിന്റഡ് ആക്കാനായിട്ട്. ശരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അവരുടെ ആ കൊച്ചു സന്തോഷങ്ങൾക്കുള്ള റീസൺസ് എന്തൊക്കെയാകാം? മേ ബി ഒരാളെ കാണുമ്പോൾ കിട്ടുന്ന ഒരു അൺഎക്സ്പെക്ടഡ് നല്ലൊരു ചിരിയായിരിക്കാം. അല്ലെങ്കിൽ നമ്മളൊരു പുത്തൻ ഡ്രസ്സ് ഇട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ആരെങ്കിലും നമ്മളെ കാണുമ്പോഴത്തേക്ക് എടാ നിന്റെ ഡ്രസ്സ് കാണാൻ സൂപ്പർ, ഇത് എവിടെ നിന്നാ വാങ്ങിച്ചേ, ഇത്രയും മതിയായിരിക്കും നമുക്ക് ആ ഒരു ദിവസം ഫുള്ള് കൊണ്ടുപോകാനായിട്ട്. ചെറിയ വിഷമങ്ങൾ എന്ന് പറയുമ്പം ഒരു പക്ഷെ നമ്മളാണെങ്കിൽ സർപ്രൈസ് ആയിട്ട് നമ്മളാണെങ്കിൽ ഒരു സ്പെഷ്യൽ ഡിഷ് നമ്മുടെ ഹസ്ബൻഡിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ്. അപ്പം വന്നിട്ട് കഴിച്ചിട്ടാണെങ്കിൽ വേണ്ടുന്ന രീതിയിൽ ഒരു അപ്രീസിയേഷൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരാളെ എക്സ്പെക്ട് ചെയ്ത് ഒരു സ്ഥലത്തോട്ട് പോയിട്ട് ആളെ മീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല, അതൊക്കെ നമ്മളെ വിഷമിപ്പിച്ചേക്കാം. ശരിക്കും ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ഓർക്ക് എന്തൊരു ഇമോഷണൽ ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇമോഷണൽ അല്ലേ? ഇമോഷൻസ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ആസ് എ ഹ്യൂമൻ ബീങ് നമ്മളെല്ലാവരും ഇമോഷണൽ ജീവികളാണ്. എന്നാൽ ചിലർ ഇമോഷൻസിന് മുകളിൽ ലോജിക്സും റീസണിങ്ങും ഒക്കെ വെച്ച് ജീവിക്കുന്നവരുണ്ട്. എന്നാൽ നേരെ തിരിച്ച് എത്ര ലോജിക്സും റീസണിങ്ങും വന്നിട്ടുണ്ടെങ്കിലും അതിന്റെ മുകളിൽ ഇമോഷൻസിനെ പ്ലേസ് ചെയ്യുന്നവരുണ്ട്. രണ്ടുപേരും തെറ്റുകാരായിട്ട് ഞാൻ കരുതുന്നില്ല. പക്ഷെ സ്വന്തം മനസ്സിനെയും മറ്റുള്ളവരെയും കൂടുതൽ മനസ്സിലാക്കുന്നത് ഈ ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ലൈഫിൽ പല ചലഞ്ചസും ഓവർകം ചെയ്ത് മുകളിൽ വരുന്നത്. ഇവർ ഇമോഷൻസിന് അടുപ്പപ്പെട്ട് കിടക്കുകയാണെന്നാണ് പലരും ചിന്തിക്കുന്നത്. എന്നാൽ ചെറിയ പ്രോബ്ലംസിനെ ഇവർക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വലിയ പ്രോബ്ലംസിനെയും ഇവർക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം വലിയ പ്രോബ്ലംസിനെ അവർ അതിൻ്റെതായിട്ടുള്ള സൈസിൽ കാണുന്നില്ല, അവരെ കൊണ്ട് സാധിക്കുന്ന സൈസിൽ മാത്രമേ അവർ കാണുന്നുള്ളൂ. ഉറുമ്പിനെ കണ്ടിട്ടില്ല, ഉറുമ്പിന്റെ സൈസിലാണ് ഫുഡ് ശേഖരിച്ച് കൂട്ടിക്കൊണ്ടുവെക്കുന്നത്. അതിപ്പോ എന്തും ആകട്ടെ, നല്ലതും ആകട്ടെ ചീത്തയാകട്ടെ, നമ്മളെ കൊണ്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന സൈസ്. വേറൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയുള്ളവര് വിജയത്തെ അവസാന വാക്കായിട്ടും തോൽവിയെ മരണ വാക്കായിട്ടും കാണാറില്ല. പണ്ടൊരു ചൊല്ല് പറഞ്ഞിട്ടുള്ള പോലെ സക്സസ് ഇസ് നോട്ട് ഫൈനൽ, ഫെയിലിയർ ഇസ് നോട്ട് എ ഫെയ്റ്റർ. കാരണം ഇവരെ സംബന്ധിച്ച് വലിയ ഉയരങ്ങൾ കീഴടക്കുന്നതോ ലോക റെക്കോർഡുകൾ സ്ഥാപിക്കുന്നതോ വലിയ പടുകുറ്റൻ കൊട്ടാരം പണിയുന്നതോ ഇതൊന്നുമല്ല അവരെ സംബന്ധിച്ച് വിജയം എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ച് വിജയം എന്ന് പറയുന്നത് ഒരു ലോങ് ഡ്രൈവ്, ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ച് റിലാക്സ് ആയിട്ടൊന്ന് പോവുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് കഴിക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ നല്ലൊരു നാപ്പ് എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് സമയം ഒത്തുവരുന്നത്. ഇതൊക്കെയാണ് അവരെ സംബന്ധിച്ച് വിജയം എന്ന് പറയുന്നത്. എനിത്തിങ് ക്യാൻ മേക്ക് ദം ഹാപ്പി ആൻഡ് സക്സസ്. അതുപോലെയാണ് അവരൊരു തോൽവിയെ കാണുന്നത് ഒരു ചെറിയൊരു സ്റ്റെപ്പ് ഡൗൺ ആയിട്ട് അവർ കണക്കാക്കുന്നുള്ളൂ. നിങ്ങൾ എങ്ങനെയുള്ള ആളാണെന്ന് എനിക്കറിയില്ല. എന്നാലും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നവരാണോ അതോ വലിയ വലിയ കാര്യങ്ങളിലാണോ നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്നത്? എന്താണെങ്കിലും ഓരോ ഇറക്കത്തിനും ഓരോ കയറ്റമുണ്ട്, ഓരോ തോൽവിക്കും ഓരോ ജയമുണ്ട്. തോൽവികളും വിജയങ്ങളും എല്ലാം കൂടെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള ലൈഫാണ് നമ്മുടെയൊക്കെ. ഓരോ മനോഹരമായ ബിൽഡിങ്ങും പണിയുന്നത് അതിലെ ചെറിയ ബ്ലോക്സ് വെച്ചിട്ടായിരിക്കും. ഈ ചെറിയ ബ്ലോക്സ് ആയിരിക്കും നമ്മുടെ ലൈഫിലെ ചെറിയ സന്തോഷങ്ങള്, സങ്കടങ്ങള്, അവഗണനകള്, പിന്നെ അറിയപ്പെടലുകള്, സർട്ടിഫിക്കറ്റുകള്, കൂടെ ചേർത്ത് നിർത്തല്, പിന്നെ നല്ല വാക്ക് പറയുന്നത്, കുറ്റം പറച്ചിലാകാം, എല്ലാം എന്തും ആയിക്കോട്ടെ, ഇതെല്ലാം കൂടെ ചേർത്ത് നിർത്തുന്നതാണ് ഈ മനോഹരമായ ജീവിതം. അങ്ങനെ നല്ലൊരു ജീവിതം കാണാൻ ചെറിയ ചെറിയ കാര്യങ്ങളെ, ചെറിയ ചെറിയ കണ്ണുകളെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. അതിലെ ഒരു രസം. ലെറ്റ്സ് സീ ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ് ഓഫ് യുവർ ലൈഫ്, സ്മോളസ്റ്റ് തിങ്സ് ഓഫ് യുവർ ലൈഫ് വിച്ച് മേക്സ് ദ ലൈഫ് ബ്യൂട്ടിഫുൾ. ഹാവ് എ നൈസ് ഡേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.